ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചൂസ് പിക്ചർ ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നുന്ന ഒരു ന്യൂസ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു വ്യക്തിക്ക് നിങ്ങളോട് മാപ്പ് ചോദിക്കാൻ തോന്നുകയാണ്. കാരണം ആ വ്യക്തിക്ക് നിങ്ങളോട് ഭയങ്കരമായിട്ടൊരു ഗിൽറ്റ് തോന്നുന്നതായിട്ടാണ് കാണാൻ സാധിക്കും. കാരണം അവർ നിങ്ങളോട് കാണിച്ച അത്രയ്ക്ക് മോശമായിട്ടുള്ള പ്രവൃത്തിയാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തി ആ വ്യക്തിയാണ്. ഈ വ്യക്തിയോട് മുന്നേ നിങ്ങൾക്ക് നല്ല ഒരു സംബന്ധം ഉണ്ടായിരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തി ഒരിക്കലും നിങ്ങളുടെ ഫാമിലിയുടെ മെമ്പറാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് പരിചയമുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് കുറേ വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ബന്ധമായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്ന ഈ ബന്ധം. ഇവിടെ ഈ വ്യക്തി ആദ്യമൊക്കെ നിങ്ങളുടെ നല്ലതായിരുന്നു ആഗ്രഹിച്ചത്. അപ്പോൾ നിങ്ങളെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ വ്യക്തി. അതായത് ഇവരുടെ എയിം എന്തെന്ന് വെച്ചാൽ ചെറിയ രീതിയിൽ നിങ്ങളെ സഹായിച്ചിട്ട് വലിയ രീതിയിൽ നിങ്ങൾക്ക് ലോസ് തരിക. അതായിരുന്നു ഈ വ്യക്തിയുടെ ഏറ്റവും വലിയ എയിം. അപ്പോൾ അങ്ങനെ നിങ്ങളെ ഇവർ സഹായിച്ചിട്ട് അതിൻ്റെ പ്രതിഫലമായിട്ട് നിങ്ങൾക്ക് ലോസസും തന്നിട്ടുണ്ട് ഇവർ. ഇവിടെ ഇവർ ഒന്നും തന്നെ ചിന്തിക്കാതെ ഇവർ അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഇവർ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തിയിലൂടെ എന്തുമാത്രം മോശമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്, അങ്ങനെ ഒന്നും ചിന്തിക്കാതെയാണ് ഇവർ പല കാര്യങ്ങളും ചെയ്തത്. ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇവർക്ക് റിപ്ലൈ പോലും തരാൻ താല്പര്യം ഉണ്ടായെന്ന് കാണില്ല. കാരണം ഇവർ അത്രമാത്രം മോശം പ്രവൃത്തിയാണ് നിങ്ങളോട് ചെയ്തത്. ഈ വ്യക്തി ചിലപ്പോൾ നിങ്ങളുടെ വർക്ക് പ്ലേസിലുള്ള ആളായിരിക്കാം, അല്ലെങ്കിൽ ദൂരത്തിലുള്ള ബന്ധത്തിലുള്ള ആളായിരിക്കാം. എന്തായാലും ഈ ഒരു വ്യക്തി കാരണം നിങ്ങൾക്ക് ഒത്തിരി അനുഭവിക്കേണ്ടി വന്നു. പക്ഷേ നിങ്ങൾ ഇവർക്ക് ഒരു റിപ്ലൈയും കൊടുക്കാതെ ഒരു ഡിസ്റ്റൻസ് നിങ്ങൾ ഇവരോട് വച്ചു. ഇവിടെ ഈ വ്യക്തിയെ നിങ്ങൾക്ക് നല്ല പോലെ അറിയാമെന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ അടുത്തുള്ള വ്യക്തിയായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവർ നിങ്ങളോട് എന്താണോ ചെയ്തത് അതിൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു കുറ്റബോധം ഇവർക്ക് ഇല്ല. അത് കാരണമാണ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്നത്. കാരണം ഇത്രയും മോശം നിങ്ങളുടെ ലൈഫ് ചെയ്തിട്ട് അതിൻ്റെ ഒരു കുറ്റബോധം അവർക്കില്ല. ഇനി ഈ ഒരു കാര്യം ഇവരുടെ ലൈഫിലാണ് സംഭവിക്കുന്നത് എങ്കിൽ ഇവർക്ക് തെറ്റായിട്ട് തോന്നും അത്. കാരണം ഇവരുടെ ലൈഫിലല്ലേ സംഭവിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചത് കൊണ്ട് ഇവർക്ക് തെറ്റാണ് ചെയ്തതെന്ന് തോന്നുന്നില്ല. ഇവിടെ ഒരു തെറ്റ് ചെയ്യുന്ന വ്യക്തി അവരുടെ ആ ഒരു തെറ്റ് ഒരിക്കലും അംഗീകരിക്കത്തില്ല. പക്ഷേ ആ ഒരു സമയം വരുമ്പോൾ ഇവർക്ക് അംഗീകരിക്കേണ്ടതായിട്ട് വരും. കാരണം അങ്ങനൊരു സ്ഥിതി അവരുടെ ലൈഫിൽ ക്രിയേറ്റ് ആകും. ഇവിടെ ഇവർ വാശിയുള്ള സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു. ഇവർ ഈ മനഃപൂർവ്വമായിട്ട് ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഓരോ മോശം ചെയ്തു. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഒരു ഡിസ്റ്റൻസ് ഇവരുമായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ വ്യക്തിയുടെ പേര് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും വീണ്ടും വീണ്ടും. ഇല്ല എങ്കിൽ ചിലപ്പോൾ ഇവർ റിലേറ്റഡായിട്ട് ഒരു ഓർമ്മ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും വരുന്നുണ്ടായിരിക്കും. ഇവിടെ നിങ്ങളുടെ കൂടെ ന്യായം ഉറപ്പായിട്ടും ഒരു പരിധിവരെ ഉണ്ടായി കഴിഞ്ഞു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ഒരു വ്യക്തി ഭയങ്കരമായിട്ട് വിഷമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഹെൽത്ത് റിലേറ്റഡായിട്ടും വെൽത്ത് റിലേറ്റഡായിട്ടും. ഇവിടെ കുടുംബത്തിലുള്ള ആ ഒരു സദസ്യരെ റിലേറ്റഡായിട്ട് ഇവർ ഭയങ്കരമായിട്ട് ടെൻഷൻ അനുഭവിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഇവർ നിങ്ങളുടെ ലൈഫിൽ എന്ത് സ്ഥിതിയാണോ ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയത് അതിനെക്കാട്ടി ഗംഭീരമായിട്ടുള്ള സ്ഥിതി ഇവരുടെ ലൈഫിൽ ക്രിയേറ്റ് ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്ത് സ്ഥിതിയാണോ നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്ത ആ വ്യക്തി ഇപ്പോൾ അവർ ചെയ്ത ആ ഒരു തെറ്റിൻ്റെ ഫലം അനുഭവിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എത്രത്തോളം ഇവർ ഓരോന്ന് ചെയ്യുമോ അത്രത്തോളം ഇവർക്ക് ഫീൽ ആവുകയും ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളോട് മാപ്പ് ചോദിക്കാത്തത് കാരണം ഇവർക്ക് ഭയങ്കരമായിട്ടൊരു പേടി വന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളോട് മാപ്പ് ചോദിച്ചില്ലെങ്കിൽ ഇനിയും ഇവരുടെ ലൈഫിൽ മോശം സംഭവിക്കുമെന്നുള്ള പേടി ഇവർക്ക് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. മറ്റൊരു പേടി എന്ന് പറയുന്നത് ഇനി നിങ്ങൾ ഇവർക്ക് മാപ്പ് കൊടുക്കത്തില്ല എന്നുള്ള പേടി ഇവർക്ക് ഉണ്ട്. ഈ വ്യക്തി നിങ്ങൾക്ക് ഒത്തിരി നഷ്ടങ്ങൾ തന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവരുടെ ലൈഫിൽ ഭയങ്കരമായിട്ട് മോശം വരുന്നത് അവസാനിക്കുന്നില്ല, വന്നുകൊണ്ടിരിക്കുന്നു. ഒന്നിന് പിറകെ ഒന്നായിട്ട് മോശം വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവർ ആ ഒരു പാറ്റേണിൽ അകപ്പെട്ടിരിക്കുന്നതായിട്ടാണ് തോന്നുന്നത് ഇവർക്ക്. ഇവിടെ ഇവർ ഈ ഒരു സ്ഥിതിയിൽ ഇങ്ങനെ അകപ്പെട്ടിരിക്കുകയാണ്. അവിടെ കിടന്നുകൊണ്ട് ഭയങ്കരമായിട്ട് അനുഭവിക്കുന്ന കാരണം ഇവർക്ക് പറ്റുന്നില്ല. ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്ത് വരണം. ഞാൻ അനുഭവിച്ച് എനിക്ക് മതിയായി ദൈവമേ എന്നുള്ള അവസ്ഥയിലായി. ഇവിടെ ഇവർക്ക് തോന്നുന്നത് നിങ്ങളുമായിട്ടുള്ള ആ ഒരു സ്ഥിതിയിൽ ഇവർ എപ്പോഴാണോ നിങ്ങളോട് വന്ന് മാപ്പ് ചോദിക്കുന്നത് അതുവരെ ഇവർക്ക് ഇവിടെ ഈ ഒരു പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നാണ് ഇവർക്ക് തോന്നുന്നത്.
ഇവിടെ ഇവർ ഇങ്ങനെ നിങ്ങളോട് ചോദിക്കും, അതായത് നിങ്ങൾ എന്താണ് എൻ്റെ ലൈഫിൽ വരണമെന്ന് പറഞ്ഞ് ശാപവാക്ക് പറഞ്ഞത്, എൻ്റെ ലൈഫിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ അങ്ങനെ എന്താണ് പറഞ്ഞത് എന്ന് ഇവർ നിങ്ങളോട് വന്ന് ചോദിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ പുറത്ത് പോകുമ്പോൾ ഇവർ ഏതെങ്കിലും സന്യാസിമാരെ കാണുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ജോത്സ്യനെ കാണുമ്പോഴോ ഇവർ ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് എൻ്റെ ലൈഫിൽ ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന്. അപ്പോൾ അവർ പറയുന്നു, നിങ്ങളെ ഒരു വ്യക്തിയെ ഭയങ്കരമായിട്ട് ദ്രോഹിച്ചു, അതിൻ്റെ ഫലമായിട്ടാണ് നിങ്ങൾക്കിത് സംഭവിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. കൂടാതെ ആ വ്യക്തിയെ നിങ്ങൾക്ക് ഇനി എപ്പോഴെങ്കിലും കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവരോട് ഉറപ്പായിട്ടും മാപ്പ് ചോദിക്കുക. നിങ്ങൾ മാപ്പ് ചോദിച്ചില്ല എങ്കിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് തന്നെ വരും എന്നാണ് അവർ പറഞ്ഞത്. അതിനുശേഷമാണ് നിങ്ങളോട് മാപ്പ് ചോദിക്കണമെന്ന് ഇവർക്കുള്ള തോന്നൽ വന്നത്. ഇവിടെ നിങ്ങൾ ഇത്ര മാത്രമാണ് ഈ വ്യക്തിയെക്കുറിച്ച് ഈശ്വരനോട് പ്രാർത്ഥിച്ചത്. ആ വ്യക്തി അവരുടെ ആ ഒരു ശക്തി നിങ്ങളോട് കാണിച്ചു. നിങ്ങൾ അവരോട് നിങ്ങളുടെ ശക്തി എന്താണ് കാണിക്കുക ദൈവമേ എന്ന് മാത്രമാണ് നിങ്ങൾ പ്രാർത്ഥിച്ചത് ഈശ്വരനോട്. അപ്പോൾ ദൈവം അവരുടെ ആ ഒരു ശക്തി അവരുടെ കുടുംബത്തിന്മേൽ കാണിച്ചു. അവർ അതും സംഭവിച്ചതിന് ശേഷമാണ് അവർക്ക് ഒരു വിധത്തിൽ ഒരു വിധത്തിൽ അതിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കുന്നില്ല. അങ്ങനെയാണ് വേറെ പല ആൾക്കാരോടും ചോദിക്കാൻ തുടങ്ങിയത്. അങ്ങനെ നിങ്ങളോട് വന്ന് മാപ്പ് ചോദിക്കണമെന്ന് അവർക്ക് മനസ്സിലായത്. ഇവിടെ നിങ്ങളോട് മോശം ചെയ്ത സമയത്ത് നിങ്ങളുടെ ആ ഒരു അവസ്ഥ വളരെ മോശമാണ്. ആ സമയം നോക്കിയാണ് ഇവർ വീണ്ടും നിങ്ങളുടെ ലൈഫിൽ മോശം ചെയ്തത്. അപ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിഷമമായ അവസ്ഥയായിരുന്നു അത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു മൗനം എന്ന് പറയുന്നത് ഈ വ്യക്തിയെ വീണ്ടും മോശം നിങ്ങളോട് ചെയ്യാൻ പ്രേരിപ്പിച്ചു. അത് നിങ്ങൾ മൗനമായിട്ടിരുന്നത് എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ ആ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് ഒന്നും പറ്റാത്ത അവസ്ഥ, ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി നിങ്ങൾക്ക്. അപ്പോൾ ഈ വ്യക്തി വീണ്ടും വീണ്ടും നിങ്ങളുടെ ലൈഫിൽ മോശം ചെയ്തുകൊണ്ടേയിരുന്നു. അവർ വിചാരിച്ചു ഈ വ്യക്തിയെ വീണ്ടും ദ്രോഹിക്കാം എന്നുള്ള രീതിയിൽ. ഇവിടെ ഈ വ്യക്തിയുടെ പേര് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഓർമ്മ വരുന്നുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ അവർക്ക് കർമ്മ റിട്ടേൺ കിട്ടുന്നത് കൊണ്ടാണ് ഈ വ്യക്തിയുടെ പേര് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഓർമ്മ വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു വിഷമം എന്താണെന്ന്. അത് ദൈവം കേട്ടു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ. ഈ വ്യക്തി ഇവരുടെ ലൈഫിൽ അവരുടെ തന്നെ ബുദ്ധി കൂടുതലായിട്ട് ഉപയോഗിച്ച് ഒത്തിരി കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തു. അതായത് അവരുടെ ലൈഫിൽ തന്നെ മോശം അവർ ക്രിയേറ്റ് ചെയ്തു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ രണ്ട് വ്യക്തികൾ നിങ്ങൾക്ക് ക്യാഷ് റിലേറ്റഡ് ആയിട്ട് ലോസ് തരുവാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. രണ്ട് വ്യക്തികളാണ് ഇവിടെ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നത്. ഇവിടെ ഈ വ്യക്തി എങ്ങനെയെങ്കിലും നിങ്ങളെ നഷ്ടത്തിൽ, അതായത് ലോസസിൽ കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ നിങ്ങളുടെ ഫോക്കസ് പോസിറ്റിവിറ്റിയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. നിങ്ങളുടെ ദൃഷ്ടികോണം എപ്പോഴും പോസിറ്റിവിറ്റിയിലേക്കാണ് പോകുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ അവേക്കനിങ് നടക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഒന്നും തന്നെ മോശം സംഭവിക്കത്തില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ കയ്യിൽ കുറച്ചും കൂടെ പൈസ കൂടുതലായിട്ട് വരുവാനാണ് പോകുന്നത്, അല്ലാതെ നഷ്ടമല്ല നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്. ഇവിടെ മനഃപൂർവ്വമായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു സിറ്റുവേഷൻ ദൈവം ക്രിയേറ്റ് ആക്കും. ആ സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ആകുമ്പോൾ ചില ആൾക്കാരുമായിട്ടൊരു ഡിസ്റ്റൻസ് നിങ്ങൾക്ക് ഉണ്ടാകും എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ആ ഒരു അകൽച്ച നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഉണ്ടാവുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ആ വ്യക്തിയുമായിട്ടുള്ള ആ ഒരു അകൽച്ച നന്മയ്ക്ക് വേണ്ടിയാണ് ഉണ്ടാവുന്നത്. ഈ വ്യക്തി ഇങ്ങനെയുള്ള വ്യക്തികളാണ്, അതായത് നിങ്ങളുടെ നന്മ ഒരിക്കലും അവർക്ക് ഇഷ്ടമില്ല. അങ്ങനത്തെ വ്യക്തികളാണ് നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അവർ ഒരിക്കലും നിങ്ങളുടെ വിജയത്തിൽ ഒരിക്കലും സന്തോഷവതികളോ സന്തോഷവാനോ ആയിരിക്കത്തില്ല. നിങ്ങളുടെ ആ ഒരു ദുഃഖത്തിൽ അവർ സന്തോഷമായിട്ടിരിക്കും, പക്ഷെ നിങ്ങളുടെ സന്തോഷത്തിൽ അവർ ഒരിക്കലും സന്തോഷമായിട്ടല്ല ഉണ്ടാവുക. അവർ ഒരിക്കലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കത്തില്ല, നിങ്ങളെ സഹായിക്കുന്ന ആൾക്കാരായിരിക്കത്തില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. അവർ ഒരിക്കലും നിങ്ങളുടെ വിജയത്തിൽ സന്തോഷിക്കത്തില്ല. ഇവർ എപ്പോഴും ഓരോ കാൽവയ്പിലും നിങ്ങളുടെ ആക്ഷൻ തെറ്റായി മാറണം എന്ന് ചിന്തിക്കുന്നവരാണ്. ഇവിടെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആ ഒരു പ്രശ്നങ്ങൾക്ക് എല്ലാം കാരണം ഈ വ്യക്തികളാണ്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം നല്ലതായിട്ട് നടക്കാൻ പോകുന്നെന്ന് വിചാരിച്ചു, ഈ വ്യക്തി മുഖേന എന്തെങ്കിലും തടസ്സം അവിടെ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തി എപ്പോഴും നിങ്ങളെ തെറ്റായ രീതിയിലാണ് ജഡ്ജ് ചെയ്യുന്നത്, എപ്പോഴും നിങ്ങളെ തെറ്റായിട്ടാണ് ഇവർ പറയുന്നത്.
അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരോട് നിങ്ങളുടെ ആ ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ആകുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സ്വയം ഇങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് നിങ്ങളുടെ ലൈഫിൽ ഒരു അകൽച്ച നിങ്ങൾ വയ്ക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളെ എങ്ങനെയെങ്കിലും ലോസസ് തരുവാൻ ആഗ്രഹിച്ച അവരുടെ മുന്നിൽ നിങ്ങൾക്ക് അബണ്ടൻസാണ് ഈശ്വരൻ യൂണിവേഴ്സ് തരുവാൻ പോകുന്നത്. അതായത് അവർ എത്രത്തോളം നിങ്ങളുടെ ലൈഫിൽ നഷ്ടം കൊണ്ടുവരാൻ ശ്രമിച്ചു അതിനപ്പുറം അബണ്ടൻസ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുവാൻ പോകുകയാണ്. ഇവിടെ ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ മിറാക്കിൾ സംഭവിക്കുക തന്നെ ചെയ്യുന്നതാണ്. ഇവിടെ ബ്ലാക്ക് ഓർ വൈറ്റ് കളർ ചിത്രശലഭം നിങ്ങൾക്ക് ഈ സമയം ഭയങ്കരമായിട്ട് കാണുന്ന സാധിക്കുന്നുണ്ടായിരിക്കാം. ഗ്രീൻ കളർ നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കാം. അത് ഹാർട്ട് ചക്ര ഓപ്പൺ ആവുന്നത് കൊണ്ടാണ് ആ കളറിലുള്ള ചിത്രശലഭം നിങ്ങൾ കാണുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ എപ്പോഴൊക്കെ മോശം കർമ്മമായിട്ടുണ്ടോ അപ്പോഴെല്ലാം ദൈവം നിങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ കർമ്മം കഴിഞ്ഞ ജന്മത്തിലോ ഈ ജന്മത്തിലോ എന്തോ മോശകർമ്മം ചെയ്തത് കൊണ്ടാണ് നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത്. പക്ഷേ ഇനി നിങ്ങൾ അങ്ങോട്ട് നല്ല കർമ്മം ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് നല്ലത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഈശ്വരൻ പലപ്പോഴും നിങ്ങൾക്ക് മോശകർമ്മം അനുഭവിച്ചപ്പോഴെല്ലാം നിങ്ങളെ പറഞ്ഞ് സമാധാനിപ്പിച്ചത്. ഒരു വ്യക്തി നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞു, നീ മോശം ചെയ്തുകൊണ്ടാണ് നിനക്കിപ്പോൾ ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് ഏതോ ഒരു വ്യക്തി നിങ്ങളെ നോക്കി പറഞ്ഞിട്ടുണ്ട് എന്ന്. അപ്പോൾ നിങ്ങളത് കേട്ട് മിണ്ടാതിരുന്നു. പക്ഷെ നിങ്ങൾക്ക് ഉള്ളിൽ ഭയങ്കര വിഷമമായി. നിൻ്റെ ആ ഒരു ചെയ്തതിൻ്റെ ഫലം തന്നെ നീ ഇപ്പോൾ അനുഭവിക്കണേ അങ്ങനെയൊക്കെ പറയത്തില്ലേ. അങ്ങനെ നിൻ്റെ അഹങ്കാരം കൊണ്ടാണ് നീ അനുഭവിക്കുന്നത് അങ്ങനെയൊക്കെ പറയത്തില്ല. അത് പക്ഷേ നിങ്ങൾ അപ്പോൾ കേട്ട് മിണ്ടാതിരുന്നു. പക്ഷെ ആ ഒരു സമയം നിങ്ങളുടെ ആ ഒരു തെറ്റുകൊണ്ടുള്ള ആ ഒരു കർമ്മഫലമല്ല അനുഭവിച്ചത്. മറ്റുള്ളവർ കാരണം നിങ്ങൾക്ക് കർമ്മഫലം അനുഭവിക്കേണ്ടി വന്നു. അവർ മനഃപൂർവ്വമായിട്ട് നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഒരു തെറ്റായ കർമ്മം നിങ്ങൾ അനുഭവിക്കണം എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ ക്രിയേറ്റ് ആക്കി അങ്ങനെ നിങ്ങൾ അനുഭവിച്ചതാണ്. ഇത് ആൾക്കാർ തെറ്റ് ചെയ്തു എന്നിട്ട് അതിൻ്റെ ആ ഒരു തെറ്റിൽ പെടുത്തിയത് നിങ്ങളെയാണ്. ആ ഒരു സമയം നിങ്ങൾ അവരോട് ഒരു റിപ്ലൈയും കൊടുത്തില്ല. നിങ്ങൾ മറിച്ച് വർക്കഹോളിക്കായിട്ട് നിങ്ങളുടെ വർക്കിൽ ഫോക്കസ് ചെയ്തുകൊണ്ടേയിരുന്നു. ഇപ്പോൾ നിങ്ങൾ എന്താണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത് നാളെ നിങ്ങളുടെ ലൈഫിൽ മിറാക്കിളായിട്ട് നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വർക്കിൽ നിങ്ങളുടെ കരിയറിൽ കൂടുതലായിട്ട് സമയം സ്പെൻഡ് ചെയ്യും. നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിൻ്റെ ആ ഒരു ഫലം ലഭിക്കുക തന്നെ ചെയ്യുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ആ വീട്ടിൽ പവിത്രമായിട്ടുള്ള ആ ഒരു സ്ഥലം അവിടെ പൂജാമുറി ഉണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും അമ്പലത്തിൻ്റെ മുന്നിൽ എവിടെയോ പവിത്രമായിട്ടുള്ള സ്ഥലത്ത് വെച്ച് നിങ്ങളെ അപമാനിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്ന ഒരു വ്യക്തി. ഈ ഒരു കാര്യം സത്യമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയുക സത്യമാണ് എന്ന്. കൂടുതൽ അതിൽ ഇങ്ങനെ സംഭവിച്ചു അങ്ങനെ സംഭവിച്ചു അങ്ങനെയൊന്നും പറയണ്ട. സത്യമാണെങ്കിൽ സത്യമാണ് എന്ന് മാത്രം എഴുതിയാൽ മതി കേട്ടോ. ഇവിടെ ദൈവത്തിൻ്റെ ആ ഒരു വിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ വന്ന് അല്ലെങ്കിൽ പള്ളിയുടെ മുന്നിൽ യേശുവിൻ്റെ മുമ്പിൽ മാതാവിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ അവിടെ ആ ഒരു പുണ്യമായിട്ടുള്ള സ്ഥലം അവിടെ നിന്ന് നിങ്ങൾ ആരോ ഭയങ്കരമായിട്ട് അധിക്ഷേപിച്ചു, നിങ്ങളെ മോശമായിട്ട് ചിത്രീകരിച്ച് സംസാരിച്ചു, അല്ലെങ്കിൽ വീട്ടിൽ നിങ്ങളുടെ പൂജാ റൂമിൻ്റെ മുന്നിൽ വെച്ചു ഒരു പവിത്രമായിട്ടുള്ള സ്ഥലത്ത് വെച്ചാണ് നിങ്ങളെ അപമാനിച്ചത്. അപ്പോൾ ഇതുവരെയും ആ ഒരു കാര്യം റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്കൊരു ന്യായം ലഭിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് എന്തുകൊണ്ട് ആ ഒരു കാര്യം റിലേറ്റഡ് ആയിട്ട് ഒരു ന്യായം നിങ്ങൾക്ക് ഉണ്ടാവുന്നില്ല എന്നാണ്. ഇവിടെ വളരെ മോശം ശബ്ദത്തിൻ്റെ ആധാരത്തിലാണ് നിങ്ങളെ അപമാനിച്ചത് എന്നാണ് കാണാൻ സാധിക്കുന്ന ആ ഒരു പവിത്രമായ സ്ഥലത്ത് വെച്ച്. ഇവിടെ പുറത്ത് ഉള്ള സ്ഥലത്തെയും കാട്ടി വീട്ടിൻ്റെ അകത്ത് പവിത്രമായിട്ടുള്ള സ്ഥലം പൂജാ റൂം അതിൻ്റെ മുന്നിൽ വെച്ച് നിങ്ങളെ അപമാനിച്ചു എന്നാണ് കാണാൻ സാധിക്കും കൂടുതലായിട്ട്. ചിലപ്പോൾ വർക്ക് പ്ലേസിലും നമുക്ക് പൂജാ റൂമോ എന്തെങ്കിലും കാണും, അവിടെ വെച്ചും നിങ്ങൾ അപമാനിച്ചതായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ഈ ഒരു കാര്യം റിലേറ്റഡ് നിങ്ങൾക്ക് ന്യായം സംഭവിക്കത്തില്ല എന്നാണ്. ഉറപ്പായിട്ടും ഈ ഒരു കാര്യം റിലേറ്റഡ് നിങ്ങൾക്ക് ന്യായം സംഭവിക്കുക തന്നെ ചെയ്യും. ഇവിടെ മിറാക്കിൾ നിങ്ങളുടെ ലൈഫിൽ എഴുതപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് നടക്കുക തന്നെ ചെയ്യും. നിങ്ങൾ വർക്കഹോളിക്കായിട്ടുള്ള വ്യക്തിയും കൂടെയാണ്. നിങ്ങൾ ഫെയ്ത്ത് വയ്ക്കുക ഈശ്വരനിൽ. നിങ്ങളുടെ കൂടെ ദൈവം നല്ലത് മാത്രമേ ചെയ്യുകയുള്ളൂ. ഇവിടെ സമയം നിങ്ങളുടെ വാല്യൂ കൂട്ടും എന്നാണ് കാണാൻ സാധിക്കുന്നത്. വളരെ നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്ത് കാര്യമാണോ നിങ്ങൾക്ക് ഡിസർവ് ചെയ്യുന്ന ആ ഒരു കാര്യം നിങ്ങൾ കൂടെ കൊണ്ടുപോവുക. എന്ത് കാര്യമാണോ നിങ്ങൾക്ക് ഡിസർവ് ചെയ്ത ആ കാര്യത്തെ നിങ്ങൾ വിട്ടുകളയുക. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ വർക്കിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും സമയം കിട്ടത്തില്ല. ആൾക്കാർ നിങ്ങളുടെ കൂടെ എന്തൊക്കെയാണ് ചെയ്തത്, ആൾക്കാർ നിങ്ങളുടെ കൂടെ ഏത് രീതിയിലാണ് പെരുമാറിയത്, അത് ചിന്തിക്കാൻ പോലും നിങ്ങൾക്ക് സമയം കിട്ടില്ല. ആ രീതിയിൽ നിങ്ങളുടെ ആ ഒരു സമയം മുന്നോട്ട് പോകും നിങ്ങളുടെ വർക്കിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുകയാണ് എങ്കിൽ.
ഇവിടെ ഏതെങ്കിലും അതർ നമ്പറിൽ നിങ്ങൾക്ക് കോളോ മെസ്സേജോ ആ വ്യക്തിയുടെ ഭാഗത്തുനിന്ന് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ചിലപ്പോൾ മാപ്പ് ചോദിച്ചുകൊണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമാണ് ആ വ്യക്തിക്ക് മാപ്പ് കൊടുക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത്. നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങളത് ചിന്തിക്ക് തീരുമാനമെടുക്കുക. കാരണം നിങ്ങൾ ആ വ്യക്തിയുടെ നമ്പറിൽ ബ്ലോക്ക് ചെയ്യുമ്പോഴാണ് ഇവർ അതർ നമ്പറിൽ നിന്ന് നിങ്ങളെ കോളോ മെസ്സേജോ ചെയ്യുന്നത്. ഈ വ്യക്തി നിങ്ങളുടെ അബണ്ടൻസ് എങ്ങനെ തകർക്കാം എന്നുള്ള രീതിയിൽ പല കാര്യങ്ങളും ചെയ്തു. പക്ഷേ യൂണിവേഴ്സ് നിങ്ങളുടെ അബണ്ടൻസ് ആ ഒരു ഗ്രോത്ത് കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തിയെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ലൈഫിൽ നിങ്ങൾ സന്തോഷമായിട്ട് മുന്നോട്ട് പോവുക. യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ട്. പല ആൾക്കാരും ജീവിതത്തിൽ ഇങ്ങനെയാണ്, അതായത് മറ്റുള്ളവരുടെ അബണ്ടൻസ് എങ്ങനെ ഇല്ലാതാക്കാം, എൻ്റെ ജീവിതത്തിൽ എല്ലാം വേണം, മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒന്നും പാടില്ല, അങ്ങനെ ചിന്തിക്കുന്ന കൂട്ടരാണ്. അപ്പോൾ നമ്മൾ അവരെക്കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യം, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വർക്കിൽ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. അതിൽ ഉള്ള കാര്യങ്ങൾ എങ്ങനെ നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താം, നമ്മുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ല രീതിയിൽ, അതിനുവേണ്ടി എനിക്ക് എന്തൊക്കെ ചെയ്യാം, എൻ്റെ കഴിവ് എന്താണ്, അങ്ങനെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ച് നിങ്ങളുടെ ആ ഒരു വർക്കിൽ കഠിനാധ്വാനം ചെയ്ത് നിങ്ങൾ സക്സസ്സിലേക്ക് പോവുക. ബാക്കിയെല്ലാം ഈശ്വരൻ പഴിയെ നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ ഇതാണ് റീഡിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിൽ പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ഓം നമഃ ശിവായ.